എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശ് ആണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, സ്വർണത്തിന്റെ വില അത് ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. 1,00,000 അടുക്കാൻ ഇനി കുറച്ച് ആയിരങ്ങൾ കൂടി മതിയാകും. അതും വിരലിലെണ്ണാവുന്നതിനേക്കാൾ അത്രയും വേണ്ട. 96,000 അടുക്കുന്നു വില. ജഗത്, എന്റെ ആദ്യ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയും അധികം വില വർദ്ധിക്കുന്നത്? ഞാനൊക്കെ ആദ്യത്തെ ഒരു മോതിരം മേടിക്കുന്നത് ഒരു 6 വർഷം മുൻപാണ്. 2 ഗ്രാമിന്റെ ഒരു മോതിരമൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈസിലി ബൈ ചെയ്യാൻ പറ്റുന്ന, കുറച്ചൊരു സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രം ഈസിലി ബൈ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഗോൾഡ്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 1 ഗ്രാം പോലും മേടിക്കണമെങ്കിൽ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കച്ചവടവും ധാരാളമായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്നത്? ഇതിനകത്തൊരു ചെറിയ തിരുത്തുണ്ട്. ഇത് ഗോൾഡിന് വില കൂടുന്നതല്ല, രൂപയുടെ വില ഇടിയുന്നതാണ് ഈ പ്രതിഭാസം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഞാൻ ഗോൾഡിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡേറ്റ ഞാൻ നോക്കുകയായിരുന്നു. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുമ്പോഴത്തേക്ക് 2010 മുതൽ ഇങ്ങോട്ടുള്ള ഒരു ഡേറ്റ നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തങ്കത്തിന്റെ വിലയിലാണ് ഞാനിവിടെ പറയുന്നത്. കാരണം അതാണ് കൂടുതലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ US ചൈനയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിന്റെ പ്രൈസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 ക്യാരറ്റ് പ്രൈസിന്റെ വില വെച്ചിട്ട് നമ്മൾ ഒരു 2010 മുതൽ ഇന്നേക്ക് ദിവസം വരെ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു 18,500 നിന്ന് അത് ഒറ്റയടിക്ക് ഒരു 1,28,000 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് ഇരട്ടി ഗോൾഡിന്റെ വില കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് കൂടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ സാഹചര്യം നമ്മൾ US കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ US ഗോൾഡിന്റെ പ്രൈസ് ഈ പറയുന്ന പോലെ ഒരു 1 ഔൺസ് ആണ് US അവർ കണക്കാക്കുന്നത്. US 1 ഔൺസിൽ നമ്മൾ കണക്കാക്കുമ്പോൾ 2010 അത് $1,226 ആയിട്ടുണ്ട്. ഇന്നതിപ്പം $4,300 എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രൈസ് നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു 4 ടൈംസ് വരെ ഗോൾഡിന്റെ പ്രൈസ്, 4 വന്നിട്ടില്ല, ഒരു 3.5 ടൈംസ് വരെ ഗോൾഡിന്റെ പ്രൈസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ അതിന്റെ ഡബിൾ ആണ് മാറിയിട്ടുള്ളത്. അപ്പൊ ചൈനയായിട്ട് നമ്മൾ കമ്പയർ ചെയ്താലും ചൈനയിൽ അന്നത്തെ സമയത്ത് ഒരു 8,300 യുവാൻ 10 ഗ്രാം 1 ഔൺസ് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഈ സാഹചര്യത്തിൽ ഒരു 31,000 വരെ വന്നിട്ടുണ്ട് ചൈനയിൽ. അപ്പം ഇന്ത്യയിൽ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വാല്യൂ, അതായത് ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ നമ്മൾ ഡോളറിലെ ഗോൾഡിന്റെ പ്രൈസ് വെച്ച് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോളറിന് ഒരു 100 രൂപയെങ്കിലും ഇന്ന് വാല്യൂ വരേണ്ട സാഹചര്യത്തിൽ ഇപ്പൊ 88 രൂപയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറൻസി മാനിപ്പുലേറ്റ് ചെയ്ത് പിടിച്ചു നിർത്തിയേക്കുകയാണ് US ഡോളറിന്റെ എതിരെ. അപ്പം കറൻസിയെ ഡീവാല്യൂ ചെയ്യാതെ നമുക്ക് ഇൻഫ്ലേഷൻ നമുക്ക് മാറത്തില്ല. കാരണം US ഡോളറിന്റെ മാത്രം ഇതിൽ ബേസിൽ വെച്ചിട്ട് നമ്മുടെ കറൻസി അല്ലെങ്കിൽ വില കൂടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസിക്ക് വില ഇടിയുന്നില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഇതിപ്പോ മനുഷ്യ പറഞ്ഞതിനകത്തും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു 2 ഗ്രാമിന്റെ മോതിരം പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് കാരണം ഗോൾഡിന് വില കൂടുന്നില്ല, നമ്മുടെ പൈസയുടെ മൂല്യം കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് ബോറോയിങ് വളരെ ഹൈ ആണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 83% ഉണ്ട്. അപ്പൊ അത് വരുമ്പോൾ സാഹചര്യത്തിൽ നമ്മൾ ഒരു 6 to 7% റിസർവ് ബാങ്ക് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ബോണ്ട് ഇഷ്യൂ എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പണം എടുക്കുക എന്നാണ് റിസർവ് ബാങ്ക് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ലക്ഷ്യം. അപ്പൊ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പണം എന്തിനാണ് എടുക്കുന്നത്? അവർ സ്പെൻഡ് ചെയ്യാൻ, ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് വീണ്ടും ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ആഭ്യന്തര ഉൽപാദനം വന്ന്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ടിൽ കൂടെ കൂടുതൽ വിദേശ നാണ്യം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളുടെ കയ്യിൽ പണം ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത ശേഷം ഗവൺമെന്റിന്റെ നാട്ടുകാരുടെ നിന്ന് പണം വാങ്ങിച്ചിട്ട് ആ പണം വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു. അപ്പൊ നമ്മൾ ചെലവാക്കുമ്പോൾ നമ്മളുടെ പ്രധാനമായിട്ട് നമ്മുടെ ബഡ്ജറ്റിലുള്ള പൈസ എല്ലാം ചെലവാകുന്നത് വെച്ചാൽ എല്ലാ ഇവിടുത്തെ ഫ്രീ ബൈസ്, സബ്സിഡീസ് അതിനെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു പ്രധാന ഭാഗവും നമ്മൾ ചെലവാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫ്രീ ബൈസിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പണം മാർക്കറ്റിൽ നിന്ന് കടമെടുത്ത് അത് വീണ്ടും ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണത്തിന്റെ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം കുറയുന്നു മാത്രമേ അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പൊ ഈ ഗോൾഡിന് ഇത്രയും ഒരു പ്രൈസ് ഇന്ത്യയിൽ കൂടാൻ കാരണം. ഇനി നമ്മൾ US ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ US ഇപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം US ട്രംപ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ആർക്കും ഒരു ചെറുകിട ബിസിനസ്സുകാർക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊന്നും യാതൊരു തരത്തിലുള്ള
ഒരു മനസമാധാനവും കിട്ടുന്നില്ല. കാരണം US തന്നെ മേക്ക് ചെയ്യുക എന്നുള്ള ഒരു പുതിയ സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പല സാധനങ്ങൾക്കും താരിഫ് 100%, 200% ഒക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് US തന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കണം, ഇത് ശൂന്യതയിൽ നിന്ന് മാജിക് ചെയ്തൊന്നും ഇതിന്റെ സാധനങ്ങൾ വരുത്തില്ലല്ലോ. ഇപ്പം നമുക്കൊരു AC US ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ AC ഓരോരോ പാർട്ടുകൾ വരണ്ടേ. അപ്പൊ അതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന കോപ്പർ ഉണ്ട്. കോപ്പർ US സ്വതന്ത്രമായിട്ട് ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോപ്പർ മാനുഫാക്ചർ. അപ്പൊ അങ്ങനത്തുള്ള പല മാനുഫാക്ചറിങ് വസ്തുക്കളും പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്തിട്ടാണല്ലോ ഒരു ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഫിനിഷ്ഡ് ഗുഡിന് വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനും താരിഫ് വരുന്ന സാഹചര്യത്തിൽ അത് വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അതിന്റെ പ്രൈസും കൂടും. അപ്പൊ അത് നമ്മൾ നോക്കണ്ടേ. അപ്പം അമേരിക്കയിൽ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒന്നും അക്ഷയപാത്രത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് റോ മെറ്റീരിയൽസ് വരണം. ഇപ്പൊ തന്നെ ചൈനയുടെ സ്പോക്സ് പേഴ്സൺ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു എസ് ഇപ്പൊ 100% താരിഫ് അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ഇതിനെപ്പറ്റി കൂടുതൽ ബേജാറാവേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് ലോകത്തിന്റെ 100% റെയർ എർത്തുകളും, അത് മറ്റുള്ള ഒരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലുള്ള പല റെയർ എർത്തുകളും, എസ്പെഷ്യലി ലിഥിയം, കൊബാൾട്ട്, നിക്കൽ പോലുള്ള പല റെയർ എർത്തുകളും ചൈനയുടെ മാത്രം ഒരു കുത്തുകയാണ്. അപ്പൊ അങ്ങനത്തുള്ള റെയർ എർത്തുകൾ US തന്നെ ഡിഫൻസ് ഇൻഡസ്ട്രി, മിലിറ്ററി കോംപ്ലക്സിന് ആവശ്യമുള്ള സാഹചര്യത്തിൽ ഇത് ചൈനയിൽ നിന്ന് ഫ്രീ ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇല്ലാതാക്കി ചൈന. കാരണം ചൈന അത് കൺട്രോൾ ചെയ്യുകയാണ്. റെയർ എർത്ത് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ദേ ആർ വെപ്പണൈസിങ് ദ റിസോഴ്സസ്. അപ്പൊ അത് റിസോഴ്സ് വെപ്പണൈസ് ചെയ്യുന്നതോടുകൂടി അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനാണ് നോക്കുന്നത്. കാരണം ചൈനയ്ക്ക് ഒരു ആൾറെഡി അവരുടെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചറിങ് അല്ലെന്നുണ്ടെങ്കിൽ അതിനൊക്കെ US 100% താരിഫ് കൊടുക്കുമ്പോഴത്തേക്ക് US ഇന്ന് നിക്കളും കൊബൾട്ടും അതുമെല്ലാം എടുത്ത് US ചൈനയിൽ നിന്നും എടുത്ത് US കൊണ്ട് മാനുഫാക്ചർ ചെയ്ത് US കാറാക്കി വിൽക്കുമ്പോഴത്തേക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന കാറിന് 100% താരിഫ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് US കാറുകൾക്ക് ഒരു മാർക്കറ്റിൽ ഒരു മോണോപ്പൊളി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചൈന ചീപ്പായിട്ട് ഒരു $20,000 നല്ല കാർ ഉണ്ടാക്കി US കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പം ഒരു US ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കണം, ഒരു $40,000 കൊടുക്കാതെ ഒരു ഇലക്ട്രിക് കാർ കിട്ടത്തില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ആ ഒരു മാർക്കറ്റിനെ അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് താരിഫ് ചൈനയ്ക്ക് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ചൈന ആ റെയർ എർത്തിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ആൻഡ് എഗ് വിഷയം പോലാണ്. അത് ഒരു കാസ്കേഡിങ് എഫക്ട് ഇതിനുണ്ടാവും. ഇപ്പം നമ്മൾ ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ആളില്ലാത്ത ഒരു സാഹചര്യമായും അവിടെ വരുന്നത്. അപ്പൊ ഇതേ സാഹചര്യം വന്നപ്പോഴത്തേക്ക് പല സാധനങ്ങൾക്ക് ഇതുപോലെ താരിഫുകൾ കൂടുന്നു. അവിടെ ഇൻഡസ്ട്രിയിൽ തന്നെ അനിശ്ചിതത്വം ഉണ്ടാവുന്നു. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പല സാധനങ്ങൾ കിട്ടാതെ വരുന്നു. ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഗോൾഡിലേക്ക് കൂടുതൽ പണം നിക്ഷേപിക്കും. അതിന്റെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് US തന്നെ ഇപ്പൊ ഗോൾഡിന് വലിയ റെക്കോർഡ് പ്രൈസ് ആണ് US ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഒരു ഔൺസ് ഗോൾഡിന് $4,300 ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ കോവിഡിന് മുന്നേ ഒക്കെ ഏകദേശം സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഗോൾഡിന്റെ പ്രൈസ്. പക്ഷെ കോവിഡിന് ശേഷം പെട്ടെന്ന് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷത്തെ ഒരു വ്യത്യാസം നോക്കിയാൽ തന്നെ ഇരട്ടിയിലധികം വില വ്യത്യാസം US മാത്രം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത് US കറൻസി ആണല്ലോ വേൾഡിലെ ഏറ്റവും വലിയ ഒരു ഡിനോമിനേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രേഡിനൊക്കെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഗോൾഡും US കറൻസിയും ഓൾമോസ്റ്റ് സെയിം വാല്യൂ ആണ് കൊടുക്കുന്നത്, എല്ലാവരും കൊടുക്കുന്നത്. കാരണം ഒന്നീ ഗോൾഡ് അല്ലെങ്കിൽ US കറൻസി, ഇത് അതൊരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയം ആണ് നമുക്ക് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഈ ഇന്ത്യൻ കറൻസി ഈ ഡിവാലുവേഷൻ സംഭവിക്കുന്നു, അല്ലെ ഇന്ത്യൻ കറൻസിക്ക് ഇത്ര ഇൻഫ്ലേഷൻ വരുന്നു, ഇന്ത്യയിൽ ഇത്ര ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാനഡയിലും US ഒക്കെ വലിയ രീതിയിൽ വിലക്കയറ്റം വന്നു. ഇപ്പോഴും ഇവിടുത്തെ വിലക്കയറ്റ സൂചി വെച്ച് നമ്മൾ US കാനഡയിൽ വിലക്കയറ്റ സൂചി നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 2%, 2.3% മാത്രമേ ഉള്ളൂ ഇൻഫ്ലേഷൻ റേറ്റ്. പക്ഷേ ഇന്ത്യയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 to 6% ആനുവലി എല്ലാ പ്രാവശ്യവും ഉണ്ട്. ഒരിക്കലും അതൊരു 4% താഴെയൊന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വിലക്കയറ്റം 5% നിൽക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി കയ്യിലിരിക്കുന്ന നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർക്ക് പുറത്തുനിന്ന് ഗോൾഡ് വാങ്ങിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ US ഡോളർ നമ്മൾ വാങ്ങിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ US ഡോളർ വാങ്ങിക്കാൻ ശ്രമിക്കും തോറും US ഡോളറിന്റെ വിലയും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഒരു വലിയൊരു പ്രതിസന്ധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ US എക്സ്പോർട്ടുകളൊക്കെ കുറഞ്ഞു.
അപ്പൊ യു എസിൽ എക്സ്പോർട്ട് കുറയുന്ന സാഹചര്യത്തിൽ ഇപ്പൊ തുണി ആയാലും ഇപ്പൊ കിറ്റസ് സാബു തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് 1000-2000 കോടി രൂപയുടെ എക്സ്പോർട്ട് ഒരു വർഷം ഉണ്ടായിരുന്നതാണ്. അതിപ്പോ അദ്ദേഹത്തിന് അത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വിറ്റഴിക്കണം, അല്ലാതെ വേറെങ്കിലും രാജ്യത്തോട്ട് കയറ്റി വിടണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് യു എസ് കറൻസി കിട്ടുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പൊ അതങ്ങ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യു എസ് കറൻസി ഇല്ല. അപ്പം നമ്മൾ കൂടുതൽ രൂപ കൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് ഈ രൂപയുടെ അവൈലബിലിറ്റി കൂടുന്നതനുസരിച്ച് രൂപയുടെ മൂല്യം ഇടിയും. കൂടുതൽ സാധനം കൊടുത്താലും അവർക്ക് ആവശ്യമുള്ളത് അവർ വാങ്ങിച്ചാൽ പോരെ, അല്ലെന്നുണ്ടെങ്കിൽ അവർ കുറഞ്ഞ വിലയ്ക്ക് സാധനം വാങ്ങിച്ച് ചുമ്മാതെ വെക്കും. അല്ലാതെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് തന്നെയാണ് ഇവിടെ ഇന്ത്യയിലെ ഈ ഗോൾഡിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീ ബൈ പൊളിറ്റിക്സ് ഇല്ലാതെ ഇന്ത്യയിൽ ഒരു തരത്തിലും ഈ എസ്പെഷ്യലി വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും അധികാരത്തിൽ എത്താൻ പറ്റത്തില്ല. ഇപ്പൊ ബീഹാർ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. എന്തൊക്കെ സൗജന്യ വാഗ്ദാനങ്ങളാ കൊടുത്തെന്ന് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. എന്തൊക്കെ ഓഫറുകളാണ് കൊടുക്കുന്നുള്ളത്. അപ്പൊ ഈ ഓഫറുകളൊക്കെ കൊടുക്കണം, ഇതൊക്കെ പൂർത്തീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് പണം എവിടുന്ന് കിട്ടും? ഗവൺമെന്റിന് ജോലിയൊന്നും ഇല്ലല്ലോ. ഗവൺമെന്റ് നാട്ടുകാരുടെ നിന്ന് ടാക്സ് വാങ്ങിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുക. ഇത് രണ്ടുമേ ഉള്ളൂ. ടാക്സ് കൂട്ടാൻ പറ്റാത്തത് കാരണം അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കൂട്ടിയ ജനങ്ങളുടെ പുറത്തൊരു ജനരോഷം സംഭവിക്കുമെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് ടാക്സ് കൂട്ടത്തില്ല, പകരം കടമെടുപ്പ് കൂട്ടും. കടമെടുപ്പ് കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് റിസർവ് ബാങ്ക് ഇപ്പൊ 6%, 8%, 6%, 7% ബോണ്ട് എടുത്തിട്ട് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ആ റിസർവ് ബാങ്കിന് തന്നെ പണം ആവശ്യമുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ബോറോവിങ് സ്ഥാപനങ്ങൾ 6-നും 7-നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം റിസർവ് ബാങ്ക് ആൾറെഡി 6% കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ വേറൊരാൾ അതിൽ താഴെ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അതിന് മേളിലോട്ട്, അപ്പൊ അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് വെക്കുന്നതിന് മേളിലാണ് ബാക്കിയുള്ള വാണിജ്യ ബാങ്കുകൾ പലിശ സെറ്റ് ചെയ്യുന്നത്. കാരണം റിസർവ് ബാങ്കിൽ നിന്നാണല്ലോ ഇവരും പണം എടുക്കുന്നത്, പലിശയ്ക്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്നാണല്ലോ ഇവര് പണം. അപ്പം റിസർവ് ബാങ്ക് തന്നെ പണം ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എടുക്കുക, അത് ഗവൺമെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമല്ല. ഇപ്പം നമ്മൾ തന്നെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൂട്ടുന്നില്ല, കേരളത്തിന് ഇത് തരുന്നില്ല. കേരളം എങ്ങനെയാണ് കടമെടുക്കുന്നത്? റിസർവ് ബാങ്കിന്റെ അടുത്ത് പോയി പൈസ താ എന്ന് പറയുകയല്ല. കേരളം റിസർവ് ബാങ്കിന്റെ അടുത്ത് എന്ന് പറയും ഞങ്ങൾക്ക് കടമെടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് റിസർവ് ബാങ്ക് 10, 20, 30 വർഷം ഉള്ള ഒരു ഗവൺമെന്റ് ബോണ്ട്, അത്ര ഒരു രൂപയ്ക്കുള്ള ഒരു ഗവൺമെന്റ് ബോണ്ട് റിസർവ് ബാങ്ക് കേരളത്തിന് വേണ്ടി ഇഷ്യൂ ചെയ്യും. അത് സ്റ്റേറ്റ് ബോണ്ട് ഉണ്ട്, അതിന് സ്റ്റേറ്റ് ബോണ്ട് എന്ന് പറയും. പിന്നെ ഉള്ളത് സെൻട്രൽ ബോണ്ടാണ്. സെൻട്രൽ ബോണ്ട് എന്ന് വെച്ചാൽ ഗവൺമെന്റ് തന്നെ, സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന പണമുണ്ട്. പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ തന്നെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ഹൈവേക്ക് പുറത്തുനിന്ന് ലോൺ എടുക്കേണ്ട പകരം അവർ ബോണ്ട് ഇഷ്യൂ ചെയ്ത ശേഷം അവർ ജനങ്ങളിൽ നിന്ന് പണം എടുത്ത ശേഷം ഒരു 10% അല്ല ഒരു 10 വർഷത്തേക്ക് ഒരു 7%, 8% വെച്ചിട്ട് അവർ കൊടുക്കും. പക്ഷെ അതൊരു ലോക്ക്ഡ് ഇൻ അക്കൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനു മുന്നേ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ഇന്ത്യ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കിയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എനിക്കറിയത്തില്ല. ഞാനും ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗോൾഡ് ബോണ്ട് കുറച്ചുകൂടെ സേഫ് ആണ് കമ്പാരിറ്റീവ്. കാരണം ഗോൾഡിന്റെ വില അനുസരിച്ചിട്ടാണ് ഗോൾഡ് ബോണ്ട് നിൽക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു 1.5% ഒരു ക്വാർട്ടർലി നമുക്കൊരു റിട്ടേൺസ് ആയിട്ടും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ അത് കൂടുതൽ ആൾക്കാർ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുന്ന സമയം അത് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി. അത് പിന്നെ ഗവൺമെന്റ് നിർത്തി തോന്നും. കാരണം അതത്ര സേഫ് അല്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഗോൾഡിന് ഇത്രയും വില ഇങ്ങനെ വോളറ്റൈലായിട്ട് ചടപടയെന്ന് കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് വിചാരിച്ചു ഇനി നമുക്ക് ഇത് ബോണ്ടിനകത്തൂടെയും ബില്ലിനകത്തൂടെയും ട്രഷറി ബില്ലിനകത്തൂടെയൊക്കെ പണം കടമെടുത്താൽ മതിയെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. അതുകൊണ്ടായിരിക്കണം ഗോൾഡ് ബോണ്ട് ഇപ്പം നിർത്തിവെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാധാരണക്കാരന്റെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം പെട്ടെന്ന് തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗോൾഡിന്റെ വില ഇനിയും കൂടും, അതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം യു എസ് മാർക്കറ്റ് വോളറ്റൈൽ ആയിട്ടിരിക്കുന്നുള്ളൂ. കാരണം ചൈനയാണ് യു എസിന്റെ ഒരു ശത്രു എന്നുള്ള രീതിയിലാണ് ഇപ്പം ട്രംപ് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ ഒരു റെസനേഷൻ ചൈന എടുത്ത ശേഷം ചൈന കൂടുതൽ റിട്ടാലിറ്റേഷൻ മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും യു എസ് ഡോളറിന്റെ ഒരു വോളറ്റൈൽ, അതായത് യു എസ് ഡോളറിന് വില ഇടിയാനോ അല്ലെ യു എസ് ഡോളറിനുള്ള അക്സെപ്റ്റൻസ് കുറയാനോ സാധ്യതയുണ്ട്. ഇപ്പൊ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ചർച്ചകൾ വരുന്നുണ്ട്, ബ്രിക്സിന്റെ ഒരു കറൻസി വരാൻ പോകുന്നുണ്ട്. അതിനെതിരായിട്ട് നിന്നത് ഇന്ത്യ ആയിരുന്നു. ബ്രിക്സ് കറൻസിക്ക് ചൈന അതിന് നേരത്തെ തന്നെ ഒരു പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. ചൈനയും ബ്രസീലും ഒക്കെ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തുള്ള സാഹചര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പക്കയായിട്ട് ആന്റി അമേരിക്ക ആയി കഴിഞ്ഞു. ബ്രസീലാണെങ്കിൽ ശരി, അവരുടെ പ്രസിഡന്റും ട്രംപുമായിട്ട് വളരെ മോശം ഒരു ബന്ധമാണുള്ളത്. പിന്നെ അതിനുശേഷം റഷ്യ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ നടുക്ക് നിന്ന് ഇന്ത്യ ആയിരുന്നു ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സകലമാന ബാലൻസ് ഇന്ത്യയുടെയും പോയി. പിന്നുള്ളത്
ചൈനയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചൈനയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മമതയും ഒരു രാജ്യങ്ങളോടും ഇല്ല. ചൈനയ്ക്ക് ചൈനയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ ബിസിനസ് താല്പര്യങ്ങളാണ് എപ്പോഴും ഏത് കാലത്തും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള സൗത്ത് ആഫ്രിക്കയായിരുന്നു. സൗത്ത് ആഫ്രിക്കയും വളരെ മോശം ബന്ധമാണ് യുഎസുമായിട്ട്. ഈ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുഎസ് കറൻസിയെ ഡിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇനി ബ്രിക്സ് വർക്ക് ചെയ്യുന്നത് വേണം നമുക്ക് കണക്കാക്കി. ഇതിന്റെ കൂടെ തന്നെ സൗദി അറേബ്യ, ഇറാൻ പല രാജ്യങ്ങളും ബ്രിക്സിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ജോയിൻ ചെയ്യുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു ആന്റി അമേരിക്കൻ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന വന്നു കഴിഞ്ഞാൽ അത് US ഡോളറിന് തന്നെ വലിയ ഒരു തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ US ഡോളറിന് തിരിച്ചടി വരുമ്പോഴത്തേക്ക് US-ലുള്ള ആൾക്കാർ കൂടുതൽ ഗോൾഡ് വാങ്ങിക്കും. ആ ഗോൾഡ് അന്താരാഷ്ട്ര വിപണിയിൽ ഗോൾഡിന്റെ ഒരു സപ്ലൈ എപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. അവര് ഗോൾഡ് കുറയ്ക്കത്തുമില്ല, ഗോൾഡ് കൂട്ടത്തുമില്ല. കാരണം ഇതൊരു വലിയ ലോബിയാണ് ഈ ഇതിനെ മാർക്കറ്റ് എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലോബിയെ സംബന്ധിച്ചിടത്തോളം അവര് ഗോൾഡ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാൽ തന്നെ അവര് ആ ഒരു ലിമിറ്റഡ് സപ്ലൈ മാത്രമേ മാർക്കറ്റിൽ കൊടുക്കൂ. കാരണം ഗോൾഡിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ഗോൾഡിന്റെ വില ഇടിയുമ്പോഴത്തേക്ക് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൈനിങ് അല്ലെങ്കിൽ അത് നടത്തുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. കാരണം അതുകൊണ്ട് വളരെ സപ്ലൈ കൺട്രോൾ ചെയ്ത ഒരു എൻറ്റിറ്റിയാണ് ഗോൾഡ്. മറ്റുള്ള ഒരു സാധനങ്ങൾ പോലെ ഇപ്പം അരിയോ അല്ലെങ്കിൽ ആപ്പിളോ പോലൊന്നും അല്ല ഗോൾഡ്. ഗോൾഡ് എന്ന് വെച്ചാൽ ഒരു സീസണൽ അവൈലബിലിറ്റി ഉള്ള സാധനമല്ല. അവർ ഈ മാർക്കറ്റിന് ആവശ്യമുള്ള സാധനം മാത്രം അവർ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിമാൻഡ് എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കും. കാരണം അവർക്ക് പ്രൈസ് കൂടുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു താല്പര്യമുള്ള ഒരു സംഭവം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ ആരെങ്കിലും ഗോൾഡ് വാങ്ങിക്കാനോ വല്ലതും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് സേഫ് ആണെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇത്രയും വില കൊടുത്ത് ഗോൾഡ് വാങ്ങിച്ച് വെക്കുന്നത് അത് ആൾക്കാരുടെ കയ്യിൽ എത്രത്തോളം പണം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി കണ്ടും മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്രയും വിലയിൽ നിന്ന് കുറയാനുള്ള ഒരു സാഹചര്യം അടുത്തിടെ എങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ? അങ്ങനത്തെ ഒരു വകുപ്പൊന്നും ഇപ്പൊ ഉടനെ ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഇന്ത്യയുടെ സാഹചര്യം തന്നെ ഞാനിപ്പം ഇവിടെ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം US ഡോളർ നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതും US ഡോളറിൽ നിന്ന് മാറി മറ്റേ ഇപ്പം ചൈനയുമായിട്ട് ചൈനീസ് യുവാനിൽ അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് കൊടുത്ത് ഡീൽ ചെയ്യേണ്ടി വരും. ഇത് രണ്ടായാലും നമ്മുടെ കയ്യിൽ ഗോൾഡ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ US ഡോളർ വേണം. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഈ ബന്ധങ്ങളൊന്ന് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആക്കിയ ശേഷം ചൈനയായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ റുപ്പി യുവാൻ ഒരു എക്സ്ചേഞ്ചിലൂടെ നമുക്ക് വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ച് ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് നല്ല ഒരു രീതിയിൽ ഗോൾഡ് പ്രൊഡക്ഷൻ ഉള്ള ഒരു രാജ്യമാണ് ചൈന. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, പിന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ട് ഗോൾഡ് ഉള്ളത്. ഇപ്പൊ കാനഡയും ഒരു ഗോൾഡ് പ്രൊഡ്യൂസിങ് നേഷനാണ്. അപ്പൊ അങ്ങനത്തെ നേഷൻസിന്റെ കയ്യിലൊക്കെ ഇരിക്കുകയാണ്, അല്ലെ അവിടെയുള്ള ബിസിനസ് ആൾക്കാരുടെ കയ്യിലിരിക്കുകയാണ് ഈ ഗോൾഡിന്റെ സപ്ലൈ എന്നൊക്കെ പറയുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഗോൾഡ് സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിൽ. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ റഷ്യയും യുക്രൈനുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് എണ്ണയുടെ വില കൂടേണ്ടതായിരുന്നു. ബട്ട് റഷ്യൻ ഓയിൽ മാർക്കറ്റിൽ വന്നതോടുകൂടി എണ്ണയുടെ വില കൂടിയില്ല. അപ്പൊ എണ്ണയുടെ വിലയും കൂടുന്നില്ല, US ഡോളറിനും പച്ച പിടിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം ഗോൾഡ് മാത്രമാണ്. അപ്പൊ ആ ഒരു വേരിയബിൾസ് എല്ലാം നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഗോൾഡിന് വില കുറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നുമില്ല. ചിലപ്പോൾ കുറയുമായിരിക്കും, ചിലപ്പോൾ ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് സ്റ്റേബിൾ ആയിക്കൂടായികയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ യുക്രൈൻ കോൺഫ്ലിക്റ്റ് തീരണം, മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റ് കഴിയണം. പിന്നെ അതുപോലെ തന്നെ ഈ US തന്നെ ഈ അനിശ്ചിതാവസ്ഥ, ഇപ്പൊ ഈ ട്രംപ് ഇരിക്കുന്നിടത്തോളം കാലം ഇത് ഗോൾഡിന്റെ മേളോട്ട് തന്നെ പോകും. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് US ഡോളറിന് കൈവിട്ട ഒരു അവസ്ഥയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ട്രംപ് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു സ്പെക്കുലേഷനും അതും ഇതൊക്കെ നടത്തി ക്രിപ്റ്റോ കറൻസിയിൽ കൂടുതൽ പൈസ. പക്ഷെ ഇപ്പം കഴിഞ്ഞ ഒരു 2 ദിവസത്തിനിടയ്ക്ക് ക്രിപ്റ്റോ കറൻസി ഈവൻ ബിറ്റ്കോയിന്റെ വില പോലും കാര്യമായിട്ട് ഇടിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള സ്പെക്കുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ചിലപ്പം ട്രംപ് മാറി കഴിയുമ്പോൾ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യുമ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇട്ടവരുടെയൊക്കെ പൈസ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ക്രിപ്റ്റോ കറൻസിയിലുള്ള വാല്യൂ അവർ ഗോൾഡിലോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പല പല സാഹചര്യങ്ങൾ ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ വേരിയബിൾസ് എല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗോൾഡ് ആയിരിക്കും ഇപ്പൊ സേഫ് ആയിട്ടുള്ള ഒരു നമുക്ക് പൈസ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റി. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സിൽവറും. സിൽവർ ഇതുപോലെ തന്നെ വില കൂടിയ ഒരു വസ്തുവാണ്. ബട്ട് സിൽവർ നമ്മളൊരു സിൽവറിന് ഗോൾഡിന്റെ അത്ര ഒരു പൊലിമയില്ലാത്തത് കാരണം അതിന് ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ലേ ഉള്ളൂ. സിൽവറിലും നമുക്ക് വേണമെങ്കിൽ ക്യാഷ് സിൽവർ വാങ്ങിച്ച് നമുക്ക് സൂക്ഷിക്കാം, അല്ലെ ഡിജിറ്റൽ സിൽവറോ ഡിജിറ്റൽ ഗോൾഡോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് വാങ്ങിച്ച് സൂക്ഷിക്കാം. ബട്ട് ഇതിനെല്ലാം
കൊടുക്കേണ്ടി വരുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നമ്മുടെ അധ്വാനത്തിന്റെ മൂല്യമാണല്ലോ നമ്മൾ ഗോൾഡായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി 1 ഗ്രാം സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ മറ്റേത് 1 മാസം ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ 5 മാസം ജോലി ചെയ്യേണ്ട അവസ്ഥയാ ഇപ്പൊ ഉണ്ടാക്കുന്നത്. നമ്മുടെ അധ്വാനത്തിനാണ് ആത്യന്തികമായിട്ട് വിലയില്ലാവുന്നത്. കാശ് എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനമാണല്ലോ. ഇപ്പം മനുഷ്യ ഇപ്പൊ 1 മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 2 ഗ്രാം സ്വർണ്ണം വാങ്ങിക്കാം, അല്ലെ 5 ഗ്രാം സ്വർണ്ണം വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ ഇനി മനുഷ്യ 10 മാസം ജോലി ചെയ്താലേ 1 പവൻ സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റും, അല്ലെ 5 ഗ്രാം സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഒരു സാധനം നമ്മുടെ അധ്വാനത്തിന് വിലയില്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഗോൾഡ് വില കുറയത്തില്ല, ഒരിക്കലും ഈയിടയ്ക്കൊന്നും കുറയത്തില്ല. ഇപ്പം ഗോൾഡ് കയ്യിലുള്ളവരെല്ലാം അത് സൂക്ഷിച്ചു വെക്കുക, അത് വിൽക്കുകയൊന്നും ചെയ്യരുത്. കാരണം ഇനിയും വില കൂടും. പിന്നെ ഈ കല്യാണം മാർക്കറ്റ് ആണല്ലോ നമ്മുടെ കേരളത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. കല്യാണ മാർക്കറ്റിൽ ഇനി ഗോൾഡ് കൊടുത്തൊന്നും ആരും കല്യാണം കഴിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് നിർത്തുക. പെണ്ണുണ്ടല്ലോ, പെണ്ണ് കിട്ടിയാൽ മതി. ഒരു പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. പല US കാനഡയൊക്കെ പോലെ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു പെണ്ണിനെ അല്ലെ പരിചയപ്പെട്ട് അവരുമായിട്ട് സംസാരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റിങ്ങിന് പോയ ശേഷം നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പെണ്ണിന് നിങ്ങളോട് ആകർഷിക്കണം തോന്നുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ യോഗ്യനല്ലെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇനിയിപ്പോ ഈ 2025 ആണ്ടിലും പെണ്ണിന് സ്വർണം കൊടുത്ത് വല്ല കോന്തന്റെ കൂടെയും കെട്ടിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ സ്വർണം കൊടുക്കുന്ന കാശിന് ആ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കുക, ആ പെണ്ണിന് ഒരു നല്ല ജോലി കിട്ടട്ടെ, ആ പെണ്ണ് ജോലി ചെയ്ത് കുറച്ചു നാളെ ഒരു ലോകപരിചയമൊക്കെ വന്ന ശേഷം പെണ്ണിന് കല്യാണം അല്ലെങ്കിലും അത് ശരി, കഴിക്കണം. അത് വേറൊരു ആംഗിൾ നോക്കിയാലും അത് ശരിയല്ലല്ലോ. ഒരു പേരൻസിന്റെ ജീവിതകാലത്തിന് അധ്വാനം മുഴുവനും ഗോൾഡാക്കി കടവും കയറ്റി കൊടുക്കുക എന്ന് പറയുന്നതും ധാർമ്മികമായും ശരിയല്ല, ഏത് ഘട്ടത്തിൽ നോക്കിയാലും. അത് ധാർമ്മികമായിട്ട് ശരിയല്ലെന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെ എത്ര പേര് ചിലപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരായിരിക്കും. എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി 50 പവന്റെ സ്വർണം വേണം, എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ എനിക്കറിയാവുന്ന ഒരു 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 സംഭവം ഞാൻ പറയുന്നില്ല, അത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ ഒരു മാരേജ് നടക്കുന്നുണ്ട്. അപ്പം കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ വീട് വിറ്റ് സ്വർണം വാങ്ങിച്ച് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്നത്? അതൊന്നും അത്ര ഡിമാൻഡ് ഒന്നും ഇല്ലാത്ത ആരെങ്കിലും വരട്ടെ. അപ്പൊ ആ പെണ്ണൊരു ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടുന്നവർ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ എന്താ പ്രായം കഴിഞ്ഞു പോകും, അങ്ങനെ ഇങ്ങനെ പ്രായം കഴിഞ്ഞു പോകുന്ന അത് നമ്മളുടെ സമൂഹത്തിലെ ഒരു കണ്ടീഷനിങ്, ഒരു സോഷ്യൽ കണ്ടീഷനിങ് ഈ മാതാപിതാക്കൾ, ഒരു പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെച്ചു. ഈ പെണ്ണിനെ കെട്ടിച്ചു വിട്ടില്ലേ പെണ്ണ് കേടായി പോകുന്നു പണ്ട് ഒരു ഉസ്താദ് പറഞ്ഞ പോലെ ഇത് കേടായി പോകുന്ന ഒരു സാധനമൊന്നും അല്ല പെണ്ണ്. അല്ല പെണ്ണാണ് കെട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഗോൾഡും ആവശ്യമില്ല. അത് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഗോൾഡിന്റെ പുറത്ത് നിങ്ങൾ കൊണ്ടുപോയി പിന്നെയും ഈ ജ്വല്ലറിക്കാർക്കെല്ലാം പൈസ കൊടുത്ത് അത് ഗോൾഡെല്ലാം വാങ്ങിച്ച് പെണ്ണിനെ കെട്ടിച്ച് വിട്ട് അത് അവനൊരു പിടിപ്പില്ലാത്തവനായിരിക്കും. അതുപോലെ ആയിരിക്കും നേരത്തെ സംഭവിച്ചപ്പോഴത്തോണ്ട് തന്നെ ആ വിസ്മയുടെ കേസൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 100 പവന്റെ സ്വർണവും കൊടുത്ത് കെട്ടിച്ച് വിട്ട് അവസാനം അവൻ ഇടിച്ച് പിഴിഞ്ഞ് ആ പെണ്ണ് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നു. അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടിയുടെയും ഉത്തര എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതുപോലെ തന്നെ ഒരുത്തിന്റെ കൂടെ കെട്ടിച്ചു വിട്ടു. ഒരുപാട് ആ അവൻ പാമ്പിനെ വിട്ട് കടിപ്പിച്ച് കൊന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഗോൾഡ് നമ്മൾ കുറച്ചുകൂടെ ഇപ്പൊ 2025 വർഷത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഒരു 15 വർഷം മുന്നത്തെ സാഹചര്യമല്ലേ ഇപ്പം. ഇപ്പോഴുള്ള കുട്ടികളായാൽ തന്നെ അവര് ഇത് പറയണേ അമ്മ എനിക്ക് ഗോൾഡ് ഒന്നും വേണ്ട, ഗോൾഡ് ചോദിക്കുന്ന ചെറുക്കനെയും വേണ്ട, ആരെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുക. കാരണം നമ്മൾ ഗോൾഡ് സംസാരിച്ചതാണ് ഇപ്പൊ കല്യാണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ഇത് നമ്മൾ ഒരു കമ്പാരിറ്റീവ് ഇതുകൂടെ ഇത് സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സൂചിപ്പിക്കുന്ന വെച്ചാൽ ഗോൾഡ് നമ്മള് പിന്നെ ഇത് വാങ്ങിച്ചേ പറ്റൂ, അല്ലാതെ ഗോൾഡ് ഇട്ട് കൊടുത്തില്ലേ കിട്ടത്തില്ല എന്നുണ്ടും സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൊ അവരെ സംബന്ധിച്ചത് ഹെൽപ്ലെസ് ആയിരിക്കും. കാരണം അവരുടെ മാനസികാവസ്ഥ അങ്ങനത്തെ ഉള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. അതിപ്പോ നമുക്ക് സഹതപിക്കാൻ മാത്രമേ അവരോടൊക്കെ സഹായിക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഒരുപാട് നന്ദി ജഗത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും വളരെ ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയ കുറെ കോണ്ടന്റ് ആണ് പറഞ്ഞു തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.